ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മൾ പോകാനായിട്ട് റെഡിയായി മക്കളെ, പോകാനായിട്ട് റെഡിയായി. അപ്പോൾ ഞാൻ ബ്ലാക്ക് ലിസ്റ്റ് വന്നിട്ടേക്ക് എന്തായാലും നമുക്ക് പോയിട്ട് വരാം പാലാച്ചിന്. അപ്പോൾ എൻ്റെ മേക്കപ്പ് എങ്ങനെയുണ്ട്, കൊള്ളാമോ? പോയിട്ട് വരാം, ബൈ ബൈ. അങ്ങനെ നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വിനോദിൻ്റെ വീട്. അപ്പോൾ വിനോദ് നമ്മുടെ സഹാറ റെൻ്റൽ ജ്വൽസിൻ്റെ തൊട്ടപ്പുറത്ത് കല്യാൺ ജ്വൽസിൻ്റെ ഓഫീസുണ്ട്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. അപ്പോൾ ഇവരൊക്കെ നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഇത് രാജി, ഇവളും അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. അപ്പോൾ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. പിന്നെ ഇത് വിനോദിൻ്റെ വൈഫാണ്. അങ്ങനെ ഞാൻ ചെന്നപാടും അവരൊക്കെ ആയിട്ടൊന്ന് സംസാരിച്ചിട്ട് നേരെ നമ്മുടെ ചടങ്ങുണ്ടല്ലോ, വീട് കാണുന്ന ചടങ്ങ്. ഹൗസ് വാമിങ്ങിന് പോയാൽ മെയിൻ നമ്മൾ വീടൊക്കെ ഒന്ന് കണ്ട് ഒക്കെ ഇരിക്കണമല്ലോ. അങ്ങനെ ഞാൻ എന്തായാലും വീടൊക്കെ കാണാനായിട്ട് കയറി. അപ്പോൾ ഇൻറ്റീരിയൽ വർക്കൊക്കെ നല്ല സൂപ്പറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് നല്ലൊരു ഒതുങ്ങിയൊരു വീട് കേട്ടോ. ഒരുപാട് വലിയ സ്ക്വയർ ഫീറ്റൊന്നും അല്ല, സാമാന്യം അത്യാവശ്യം നല്ലൊരു വീടായിരുന്നു. അപ്പോൾ ഡോറൊക്കെ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്തേക്കുന്ന ആരാണെന്നറിയോ? നമ്മുടെ രാജിയുടെ ഹസ്ബൻഡാണ് കേട്ടോ. അത് ഒരു പ്രത്യേകതയല്ലേ. പിന്നെ ഞാൻ ഹാളിലൊക്കെ കയറിയിട്ട് പിന്നെ നമ്മുടെ കിച്ചണിലോട്ടാണ് പോയത്. കിച്ചനാണ് എൻ്റെ മെയിൻ ടാർഗറ്റ് കേട്ടോ. എവിടെ വാലാച്ചിന് എന്നാലും അതാണ്. അപ്പോൾ നല്ല ഒരു കബോർഡൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കൊച്ചൊരു വർക്ക് ഏരിയയൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേസൊക്കെ ഉള്ള കിച്ചനും വർക്ക് ഏരിയയൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് മേളിലോട്ട് പോകുമ്പം ഇവിടെ ഒരു നല്ല ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിലും അത്യാവശ്യം നല്ല സ്പേസൊക്കെ ഉള്ള റൂമാണ് ചെയ്തേക്കുന്നത്. ഇവിടെയും നല്ലൊരു ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിൽക്കുന്നത് നമ്മുടെ രാജിയുടെ മോളും രാജിയും അവരുടെ ഒരു റിലേറ്റീവും കൂടാണ്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഇത് നമ്മുടെ അനീഷ്, ഇവനാണ് ഇവിടുത്തെ മെയിൻ താരം കേട്ടോ. ഇവൻ ചെന്ന പാടും വീഡിയോസ് പിടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അവനാണ് ഈ വീഡിയോസും ഒക്കെ എനിക്ക് എടുത്തു തന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴേ, ഈ ബാൽക്കണി നിൽക്കുമ്പം ഈ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിറയെ കാരയ്ക്ക പിടിച്ച് ഇപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കാരയ്ക്ക. അത് കഴിഞ്ഞിട്ട് നമ്മളിതേ ഫുഡ് കഴിക്കാനാണ് വന്നത്. അപ്പം കല്യാൺ ജ്വൽസിലെ മാനേജറാണ് അദ്ദേഹവും വൈഫും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവർ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. പിന്നെ ഇവരൊക്കെ നല്ല കൂട്ടാണ് കേട്ടോ. നമ്മളുമായിട്ട് നല്ല സംസാരിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ്. ഞാനാണെങ്കിൽ ഒരു 3-3:30 ആയിട്ടുണ്ടായിരുന്നു ഹൗസ് വാമിങ്ങിന് പോയപ്പം തന്നെ. അപ്പോൾ ചെന്നപ്പോൾ നല്ല തിരക്കൊക്കെ കുറഞ്ഞ സമയമായിരുന്നു. അതുകൊണ്ട് നമുക്ക് കിടന്ന് ഇടിക്കാനും ഒന്നും നിൽക്കണ്ടായിരുന്നു. ചെന്നപ്പം തന്നെ നമുക്ക് ഫുഡൊക്കെ കിട്ടി. അപ്പോൾ നല്ല ഫുഡായിരുന്നു. ഫുഡിൻ്റെ കാര്യം പ്രത്യേകം പറയണം കേട്ടോ, നല്ല ഫുഡായിരുന്നു. കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാൻ വന്നത് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ വന്നതെന്ന് പറഞ്ഞാൽ നമുക്കിന്ന് ട്രിവാൻഡ്രം പോകണം. അപ്പോൾ ട്രിവാൻഡ്രത്ത് പോകുന്ന എന്തിനാണെന്നൊക്കെ ഞാൻ പിന്നീട് പറയാം, അത് സസ്പെൻസ് ആയിട്ടിരുന്നോട്ടെ. അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ വന്ന് കയറിയപ്പോൾ കാല് കുത്താൻ ഇടമില്ലായിരുന്നു കേട്ടോ ട്രെയിനിൽ. അങ്ങനെ വർക്കല എത്തിയപ്പോഴത്തേക്ക് എനിക്ക് സീറ്റൊക്കെ കിട്ടി. അത്യാവശ്യം തിരക്കൊക്കെ കുറഞ്ഞ് അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇവിടെ ആണെങ്കിൽ സെൻട്രലായിരുന്നു കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ എത്തിയിട്ട് നേരെ നമ്മൾ പോകുന്നത് എവിടേക്കാണെന്നറിയോ? പൂജപ്പുരയ്ക്കാണ്. അപ്പോൾ അവിടത്തേക്ക് പോകുന്ന വിശേഷമൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം നിങ്ങളോട്. എന്തിനാണ് പോകുന്നത്, എന്താണ് ഇവിടെ തിരുവനന്തപുരം വന്നതെന്നൊക്കെ ഞാൻ പിന്നീട് പറയാം. അങ്ങനെ നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നേരെ നോക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര തിരക്ക്. എന്താ തിരക്കെന്ന് നോക്കിയപ്പോൾ ഇവിടെ ആണെങ്കിൽ മലബാർ എന്നും പറഞ്ഞിട്ടൊരു സ്നാക്സ് ഷോപ്പ് ഉണ്ട് കേട്ടോ. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാലും ഭയങ്കര തിരക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി സ്നാക്സൊക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന, പറയാതിരിക്കാൻ പറ്റത്തില്ല, നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയി ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.